ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്ന് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ ബണ്ണിൻ്റെ റെസിപ്പി നോക്കാം. നല്ല ടേസ്റ്റുമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ലഞ്ചായിട്ടോ ഒക്കെ കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് 4 മണിക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാം കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും നല്ലതാണ്. അപ്പം നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. ഒരു പാൻ ചൂടാക്കിയെടുക്കുക. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുമ്പോഴാണ്. ഇനി സവാളയുടെ നിറം ഒന്ന് മാറി വരണം. നല്ല ബ്രൗൺ നിറമൊന്നും ആവണ്ട, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മാത്രം മതി. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ക്യാപ്സിക്കം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 200 ഗ്രാം ചിക്കനാണ് ചേർക്കേണ്ടത്. ഈ ചിക്കൻ ഞാൻ കുറച്ച് ഉപ്പും കുരുമുളകും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. വേവിച്ചതിന് ശേഷം വെള്ളമൊക്കെ മാറ്റിയിട്ട് കഷ്ണം മാത്രം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് 2-3 പ്രാവശ്യം പൾസ് ബട്ടൺ അമർത്തിയെടുക്കുക. അപ്പോൾ അത് ഇതുപോലെ കിട്ടും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. 3-4 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് നന്നായിട്ട് ഇളക്കുക. 2 ടേബിൾ സ്പൂൺ മയണൈസും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ബണ്ണാണ്. ഇതുപോലെ ഒട്ടി ഇരിക്കുന്നതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, എളുപ്പത്തിൽ. ഇനി നമുക്കിത് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ടൊമാറ്റോ സോസ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഒരു നൈഫോ സ്പൂണോ ഒക്കെ വെച്ച് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എല്ലായിടത്തും ആകുന്ന രീതിയിൽ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. കുറച്ച് തിക്കായിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കാം. ഇനി ബാക്കി ബണ്ണ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. 1-2 ടീസ്പൂൺ റൂം ടെമ്പറേച്ചറുള്ള ബട്ടറിൽ കുറച്ച് പാഴ്സലിയുടെ ലീഫ് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പാഴ്സലി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ഇടാം കേട്ടോ. മല്ലിയില ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ബട്ടർ മാത്രം മതി. ഇനി ഈ ബണ്ണിൻ്റെ മുകളിലോട്ട് തേച്ച് കൊടുക്കാം. ഇനി ഒരു തവ ചൂടാക്കി എടുക്കുക. നേരത്തെ ബാക്കി വന്ന ബട്ടറും പാഴ്സലിയും കൂടെ ഇട്ട മിക്സ് ഇല്ലേ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടായി വരട്ടെ. തീ ഇപ്പം മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ബണ്ണ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ വല്ലോ. ഇനി ബണ്ണ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. കുറച്ചിടുക, കൂട്ടിയിടരുത്. നമ്മളിട്ട ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരണം. 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് ആ ബണ്ണൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ബണ്ണിൻ്റെ മുകളിൽ ബട്ടർ തേച്ചിട്ടുണ്ട്, അപ്പോൾ വീണ്ടും ബട്ടർ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു 3-4 മിനിറ്റും കൂടെ വെച്ച് കൊടുക്കാം. തീ സിമ്മിലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചീസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. കുറച്ച് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ, അപ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ഇനി ഞാനിത് എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാതെ ഇതുപോലെ തയ്യാറാക്കി എടുത്താൽ മതി. കുട്ടികൾക്ക് ലഞ്ചായിട്ട് കൊടുത്തു വിടാനും ഒക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.